എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് അടിപൊളി ഒരു പുൽക്കൂടും അതേമാതിരി വലിയൊരു ക്രിസ്മസ് പാപ്പയുമാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം. ഇത് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ. സ്വർണ്ണ നിറത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന താരകങ്ങൾ. ധാരാളം സന്ദർശകരെ നമുക്കിവിടെ കാണാൻ കഴിയും. ക്രിസ്മസ് ട്രീ കൊണ്ട് അലങ്കരിച്ച വൃത്താകൃതിയിലുള്ള പുൽക്കൂട്. ചക്കാന്തറ സെന്റ് റാഫേൽസ് കത്തീഡ്രലിലെ യുവജനങ്ങളുടെ 2 മാസത്തെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് ഈ പുൽക്കൂടും മുറ്റം നിറയെ കാണുന്ന ഈ ദീപാലങ്കാരങ്ങളും. ഇവർക്ക് പിന്തുണ നൽകുന്നത് ഇടവക ജനങ്ങളും വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിലുമാണ്. നമ്മുടെ കൊച്ചച്ചൻ ഫാദർ ടിറ്റോ കൊട്ടിയാനിക്കൽ യൂത്തിന്റെ കൂടെ എല്ലാ സമയവും ഉണ്ട്. ദൂരെ നമുക്ക് ക്രിസ്മസ് ഫാദറെ കാണാം. മാലായിക്ക് ചുറ്റും വലിയൊരു നക്ഷത്രം കാണാൻ നല്ല ഭംഗിയുണ്ട്. സെൽഫി എടുക്കാൻ പാകത്തിനാണ് സ്റ്റാറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ നിറത്തിലും വലിപ്പത്തിലുമുള്ള സ്റ്റാറുകൾ നമുക്കിവിടെ കാണാം. പള്ളി മുറ്റത്ത് വന്ന് ധാരാളം പേർ സെൽഫി എടുക്കുന്നത് കാണാം. ഇതാണ് പുൽക്കൂടിന്റെ ഉള്ളിലെ ക്രമീകരണങ്ങൾ. വീടുകളും പുഴകളും പാലങ്ങളും കുടിലുകളും കൊട്ടാരങ്ങളും നെൽപ്പാടങ്ങളും മലകളും ഇവയെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. യേശുവിന്റെ ജനനം കൃത്യമായി വിവരിച്ചിട്ടുണ്ട് ഇവിടെ. പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലും ബിഷപ്പ് മാർ ജേക്കബ് മനത്തോളത്തും ഈ മനോഹരമായ പുൽക്കൂട് സന്ദർശിക്കുകയുണ്ടായി. പാതിര കുർബാനയ്ക്ക് ശേഷം ധാരാളം പേർ പുൽക്കൂട് കാണാൻ ക്യൂ നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്നതാണ് ഈശോയുടെ ജനനം മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ പുൽക്കൂട്. വിവിധ കുടുംബ യൂണിറ്റുകളുടെ മനോഹരമായ സ്റ്റാറുകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ പുൽക്കൂടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്മോഹന്റെ കരമെഴുതിൽ നിർമ്മിച്ച പള്ളിക്ക് അഭിമുഖമായി നിൽക്കുന്ന പടുകൂറ്റൻ ക്രിസ്മസ് ഫാദറാണ്. രാജു എന്ന് വിളിക്കുന്ന രാജ്മോഹൻ ഒരു 2D ആനിമേറ്ററാണ്. 13 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് അദ്ദേഹത്തിന് ആർട്ട് ഡയറക്ഷനിൽ.
3 ഹിന്ദി സിനിമകളും ഒരു മെഗാ സീരിയലും രാജു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭീമാകാരനായ സാന്താക്ലോസിനെ എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. എൻ്റെ പേര് രാജ്മോഹൻ എന്നാണ്. എന്നെ വിളിക്കുന്ന പേര് രാജു എന്നാണ്. ഞാൻ ചെന്നൈ, മുംബൈ 2 സൈഡായിട്ട് ഞാൻ മുംബൈയിൽ വന്ന് ക്രസ്റ്റ് ആനിമേഷൻ സ്റ്റുഡിയോ, പിന്നെ മുക്ത ആർട്സ്, സോണി TV, പോപ്പോ ചാനൽ, ETC ചാനൽ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ആർട്ട് ഡയറക്ടറായിട്ട്. പിന്നെ ഞാൻ അവിടെ കുറേ കാലം ഈ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്ത അനുഭവത്തിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ചക്കാന്തര ചർച്ചിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരി അത് ഞാൻ ചെയ്യാം എന്ന് ഏറ്റെടുത്ത് അത് ഞാൻ 308 മണിക്കൂർ 34 ദിവസം പണിയെടുത്തിട്ടുണ്ട്. അത് ചെയ്ത് ഒറ്റയ്ക്ക് സിംഗിളായിട്ടൊന്നും ഒരു അസിസ്റ്റൻ്റ് വെച്ചിട്ട് വർക്ക് ചെയ്ത് ഇത് തീർത്തതാണ്. ഇത് പൂർത്തിയാക്കി 34 ദിവസം കൊണ്ട് തീർത്തതാണ്. ഈ തെർമാക്കോൾ മാത്രം വെച്ച് ചെയ്ത ഒരു സംഭവമാണ്. ഇതിൽ തെർമാക്കോളും ഫെവിക്കോളും പിന്നെ പെയിൻറ്റും ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വന്ന് പൈപ്പ് കൊടുത്തിട്ടാണ് ഇത് വളയാണ്ടിരിക്കാൻ വേണ്ടി സപ്പോർട്ടിങ്ങിന് പൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്യുമ്പോൾ എല്ലാം ഒരു സ്കെൽറ്റൻ്റെ ഒരു ലെവലിൽ വെച്ചിട്ട് ഈ ഹ്യൂമൻ ബോഡിയുടെ ആ സ്ട്രക്ചർ വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ഞാൻ കയറ്റുമ്പോഴാണ് ഇതിൻ്റെ റൂമും എനിക്കേ മനസ്സിലാവുള്ളൂ. ആ ലെവലിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് 100 അടി വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് എത്രയാണ് ബഡ്ജറ്റ് കൊടുത്തിരുന്നത് അതിൻ്റെ ഉള്ളിൽ തീർത്ത് നല്ല രീതിയിൽ കൊടുത്ത് ഞങ്ങളുടെ ചക്കാന്തര പള്ളിയിലെ വികാരി അച്ഛനും കൊച്ചച്ഛനും ഇവരൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്ത് പിന്നെ അവിടെയുള്ള പൊതുയോഗത്തിലെല്ലാം പാസ്സാക്കി ബഡ്ജറ്റ് പാസ്സാക്കി ചെയ്ത കാരണം കൊണ്ട് എനിക്ക് ഇത്രയ്ക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ ഇനിയും നമുക്ക് ആൾക്കാർ ആരെങ്കിലും ഒരു ആഡായിട്ടോ ഒരു അനിമൽസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മാവേലി ചെയ്യാനോ ഇനിയും ക്രിസ്മസ് പാപ്പ 10 അടി 15 അടിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ആഡ് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. കാരണം എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്തു കൊടുക്കാം. മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാൻ മുംബൈയിൽ വന്ന് പോഹോ ചാനലിൻ്റെ അവാർഡ് ഫിലിമിൻ്റെ വർക്കുകൾ ടെർമിനേറ്റസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോയിൽ തെർമാക്കോൾ വർക്ക്, പിന്നെ ഒരുപാട് തെർമാക്കോളിൻ്റെ ഒരു അവാർഡ് ഫിലിമിൻ്റെ ഓരോ വർക്കുകൾ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത ഒരു അനുഭവത്തിൽ അവിടെയൊക്കെ എല്ലാവരും ഓരോ പാർട്ടായിട്ട് ചെയ്തെടുക്കും. എനിക്ക് ഫസ്റ്റ് അനുഭവമാണ് ഈ ഒരു സ്റ്റാച്ചു മൊത്തം ഒരാളായിട്ട് ചെയ്ത ഒരു അനുഭവം. ഇതാണ് ഫസ്റ്റ്. ഞാൻ 26 അടി ക്രിസ്മസ് ഫാദറിനെ ഉണ്ടാക്കിയത് ഫസ്റ്റ് അനുഭവമാണ്. ഈ ക്രിസ്മസ് ഫാദർ ഞാൻ ചെയ്തത് 6 പീസായിട്ടാണ് ചെയ്തത്. ഇത് ഓരോ പീസും ഷൂസും പാൻറ്റും പിന്നെ ബോഡി 2 പീസായിട്ട് പിന്നീട് തല മാത്രം ഒരു പീസായിട്ട് വെച്ചിട്ട് ഒരു 6 പീസായിട്ടാണ് ചെയ്തത്. മൊത്തം ഈ കൈ എല്ലാം കൂടി ഒരു പീസായിട്ട് മൊത്തം 6 പീസാണ്. പിന്നെ ഇതിൽ വന്ന് ഞാൻ കാറ്റ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പ്ലാൻ ചെയ്തു. ഇത് കാറ്റ് പിടിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് ഒരു ആക്ഷൻ കാണിക്കാമെന്ന് പറഞ്ഞ് കയ്യിൽ വന്ന് പൈപ്പിൽ തന്നെ ആക്ഷൻ കിട്ടണ മാതിരിയുള്ള സെറ്റപ്പിലാണ് പൈപ്പ് ഞങ്ങൾ വെൽഡ് ചെയ്തെടുത്തത്. അപ്പോൾ അത് പൈപ്പ് വെൽഡ് ചെയ്തത് കാറ്റ് പിടിക്കുമ്പോൾ അത് ടാറ്റ കാണിക്കുന്ന മോളുണ്ടാവും. ആ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് ഞാൻ ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഫുൾ റൂമും ഞാനേ കാണുന്നത്. താഴെ നിന്ന് മേലെ വരെയും 26 അടിയാണ്. അതിൻ്റെ പ്ലാറ്റ്ഫോം ഒരു 10 അടി. ഇത് എല്ലാം കൂടി ചേർന്നിട്ട് 36 അടി ഹൈറ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ക്രിസ്മസ് ഫാദറിനെ ഞങ്ങൾ ഫിക്സ് ചെയ്യാൻ ഒരു 6 മണിക്കൂർ പിടിച്ച് ക്രൈൻ കൊണ്ടുവന്നിട്ടാണ് 2 ക്രൈൻ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ടാണ് അത് ഫിക്സ് ചെയ്തത്. അത് നമ്മുടെ ഫാദറിൻ്റെ സപ്പോർട്ട് ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾക്കത് ഫിക്സ് ചെയ്യാൻ പറ്റി. 5-6 മണിക്കൂർ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് അത് ഫിക്സ് ചെയ്ത് വളരെ ഭംഗിയാക്കി ഞങ്ങൾ അത് കൊണ്ടുവന്നു. അതിൽ കൂടെ ഒരുപാട് ആൾക്കാർ കൂടെ സപ്പോർട്ട് ചെയ്ത് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല.
ഞങ്ങൾ 6 മണിക്കൂർ കഷ്ടപ്പെട്ട് അത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയത്. ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ. സിനിമ ഫീൽഡിൽ ഞാൻ ആർട്ട് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഇത് ചെയ്യുമ്പോൾ 3 മൂവിയായിരുന്നു ഞാൻ ചെയ്തത്. 3 മൂവി, പിന്നെ ഒരു സീരിയൽ സി ടി വിയിലെ ടൈം ബോംബ് എന്ന് പറഞ്ഞൊരു മെഗാ സീരിയലാണ്. ആ സീരിയൽ ചെയ്തു. ഞാൻ മുംബൈയിൽ വന്ന് ക്രസ്റ്റ് അനിമേഷനിലാണ് ആദ്യം അനിമേഷൻ പഠിച്ചു, അവിടെ വർക്ക് ചെയ്തു. അവിടെ വന്ന് മുംബൈയിൽ ഒരു 2 വർഷം അവിടെ വർക്ക് ചെയ്തിട്ട് നേരെ പോയത് ഗ്രീൻ ഗോൾഡ് അനിമേഷൻ, ചോട്ടാ ഭീം, കൃഷ്ണ, തെന്നാലിരാമൻ ഇതെല്ലാം ചെയ്തു. പിന്നീട് കളർ ചിപ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോയിലാണ് ഞാൻ ചെയ്തത് ടോം ആൻഡ് ജെറി വോയിസ് ഡയലോഗ് ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അവിടെ നിന്ന് നേരെ പാലക്കാട് എത്തി. ഇവിടെ വന്ന് ഒരുപാട് പിള്ളേർക്ക് ഞാൻ അനിമേഷൻ പഠിപ്പിച്ചു കൊടുത്ത് പ്ലേസ്മെൻറ്റും കൊടുത്തു. അതിനുശേഷം പിന്നെ മുംബൈ പിന്നെയും പോയി. അവിടെ പോയിട്ട് ഞാൻ 2D അനിമേഷൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടും പിന്നീട് അവിടെ തന്നെ QC റിപ്പോർട്ടറായിട്ടും ഞാൻ വർക്ക് ചെയ്തു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ SH പ്രൊഡക്ഷൻ, ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 വർഷമായിട്ട് ഇപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അനിമേഷൻ ഫീൽഡിൽ ഒരു 13 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡബ്ബിംഗ് ഫീൽഡിൽ ഞാനൊരു 15 വർഷമായി കഴിഞ്ഞു. ഇങ്ങനെ ഈ ഫീൽഡിൽ തന്നെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഫീൽഡായിപ്പോയി. ഞാൻ ഇപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്. പാലക്കാട് സെൻറ്റ് റാഫേൽ കത്തീഡ്രൽ വികാരി ജോഷി പുലിക്കോട്ടിൽ, പിന്നീട് ടിറ്റോ അച്ഛൻ, 2 പേർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. യൂത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഷാജി ജോസഫ്, ഷാജീസ് വേബ്സ്.